ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോക്ക് എ പി ഐ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് നിങ്ങളുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൂൾ കോൾഡ് ബിസെപ്റ്റർ. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും വിത്ത് എക്സാമ്പിൾ, യൂസ് കേസസ്, എന്താണ് മോക്ക് എ പി ഐ, എല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിക്കും. അപ്പം ഇൻട്രൊഡക്ഷൻ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകും. മോക്ക് എ പി ഐ എന്താന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എ പി ഐ എന്താന്ന് അറിയണം. അപ്പോൾ എ പി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്കൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്കൊരു ചാനൽ വേണം. ആ ചാനലിന് പറയുന്ന പേരാണ് എ പി ഐ. എ പി ഐൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം ഫ്രണ്ട് എൻഡിന് ചിലപ്പം ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസോഴ്സ് ബാക്ക് എൻഡിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതിനാണ് പല HTTP മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, അങ്ങനെ പലതും നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താക്കാൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് എ പി ഐസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി മോക്ക് എ പി ഐ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം മോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജസ്റ്റ് സാമ്പിൾ അല്ലെങ്കിൽ ഡെമോ, അങ്ങനെ ചെയ്യുന്നതിനാണ് മോക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പം മോക്ക് എ പി ഐ എന്താണെന്നും അതിൻ്റെ ശരിക്കുള്ള യൂസ് കേസസ്, അത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ട് വരിക എന്നുള്ളത് ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്. നിങ്ങൾക്കൊരു റിക്വയർമെന്റ് വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു ലോഗിൻ പേജ് വേണം. യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിനെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. ഇതാണ് റിക്വയർമെന്റ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് എൻഡിന്റെ സൈഡിൽ നിന്ന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ജസ്റ്റ് എന്താ പറയുക, സ്ക്രീനൊക്കെ ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് എനിക്ക് ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ബാക്ക് എൻഡിലേക്ക് ഒരു കോള് പോയി ബാക്ക് എൻഡിന്റെ റെസ്പോൺസ് സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ യൂസറെ വേറൊരു റൗട്ടിലേക്ക്, അതായത് ഹോം റൗട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പം ഫ്രണ്ട് എൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു വർക്കായിരിക്കും. പക്ഷേ ബാക്ക് എൻഡിൽ അത് ചിലപ്പം ടൈം കൺസ്യൂമിങ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഈ പാസ്വേഡും കാര്യങ്ങളും സ്റ്റോർ ചെയ്യുമ്പോൾ എൻക്രിപ്ഷൻ, അതേപോലെ സെക്യൂരിറ്റി, പിന്നെ DBയിൽ സ്റ്റോർ ചെയ്യുക, അത് ഇത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രോസസ്സ് ഫ്രണ്ട് എൻഡിനേക്കാളും കൂടുതൽ ബാക്ക് എൻഡിൽ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ പൊതുവെ അവർക്ക് APIs ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യാൻ ടൈം കൂടുതൽ ഫ്രണ്ട് എൻഡിന്റെ ഡെവലപ്പേഴ്സിനെക്കാട്ടും കൂടുതൽ എടുക്കും. അപ്പം അവര് അത് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെയിറ്റ് ചെയ്താൽ നമ്മളെ പ്രൊഡക്ടിവിറ്റിനല്ലേ എഫക്ട് ചെയ്യുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോക്ക് APIs ക്രിയേറ്റ് ചെയ്യും, അതായത് സാമ്പിൾ APIs നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ സാമ്പിൾ APIs ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാക്ക് എൻഡ് ടീംസിനോട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കും, ഇപ്പം യൂസർ നെയിമും പാസ്വേഡും ഏതൊരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത്. അതേപോലെ ഈ യൂസർ നെയിമും പാസ്വേഡും ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങണം. അതേപോലെ ഹോം പേജിലേക്ക് പോയാൽ അവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ ഒരു റെസ്പോൺസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ജെയ്സൺ സ്കീമ എങ്ങനെയാണെന്ന് നിങ്ങൾ അവരെടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ട് അതേപോലെ ഒരു സാധനം നിങ്ങൾ മോക്ക് സെർവറിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ മോക്ക് സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ആ പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ നമുക്കൊരു URL തരും. ആ URL ആയിരിക്കും നമ്മളുടെ ടെമ്പററി API URL. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ മോക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെമോ ഒക്കെ പെട്ടെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ബാക്ക് എൻഡ് ടീംസ് പ്രോപ്പർ ആയിട്ടുള്ള APIs ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്രണ്ട് എൻഡ് സൈഡിൽ നിന്ന് നമ്മൾ ആ URL മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഫങ്ഷനാലിറ്റിയും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തോളൂ. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിനാണ് മോക്ക് API യൂസ് ചെയ്യുന്നത്.
ഇനി ഈ മോക്ക് API പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ മോക്ക് API നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളിലേക്ക് നമുക്ക് പോകാം. അവരുടെ വെബ്സൈറ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ബിസെപ്റ്റർ എന്ന് കൊടുക്കുക. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, bcepter.com. അപ്പോൾ ഇതാണ് ആ ടൂളിന്റെ പേര്. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അൺഫിനിഷ്ഡ് API slowing you down, deploy a mock API in a few seconds. അപ്പം ഇത് വലിയ ടൈമൊന്നും എടുക്കുന്ന വിഷയമല്ല. ഒരു കുറച്ച് സെക്കൻഡ് തന്നെ നമുക്ക് മോക്ക് API ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ യൂസ് കേസസ്, എല്ലാ യൂസ് കേസസും, അതായത് ഓരോ എഞ്ചിനീയേഴ്സിനും ഇതിന്റെ യൂസ് കേസസ് എങ്ങനെയാണ് ബിസെപ്റ്റർ യൂസ് ചെയ്യുക, അതിനെ പറ്റിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആണ്, ബാക്ക് എൻഡ് ആണ്, മൊബൈൽ ഡെവ്സ്, QA എഞ്ചിനീയർ. അപ്പോൾ അവർക്കൊക്കെ ബിസെപ്റ്റർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ആനിമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, സാമ്പിള്. ഞാനത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി റണ്ണിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, 5173. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 5173. ഓക്കെ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത റിയാക്ട് ആപ്ലിക്കേഷൻ. ഇതിലേക്കാണ് നമ്മൾ ആ ബിസെപ്റ്ററിന്റെ മോക്ക് API ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാവും. ഇത് ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. ഇവിടെ എന്താ പറയാ, നമുക്കൊരു ലോഗിൻ പേജ് ഉണ്ട്. ഇതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഹോം സ്ക്രീനിലേക്ക് പോകും. അപ്പം ലോഗിൻ്റെ ടൈമിൽ, ഇതിപ്പം ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബാക്ക് ആൻഡ് ടീംസിനോട് പോയിട്ട് ചോദിക്കും ലോഗിൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റിക്വസ്റ്റ് ബോഡി എങ്ങനെയായിരിക്കും. അപ്പോൾ അവർ തരുന്ന റിക്വസ്റ്റ് ബോഡി ഇങ്ങനെയാണ് അവർക്ക് റിക്വസ്റ്റ് ബോഡി വേണ്ടത്. ഏത് പോസ്റ്റ് APIന്റെ, ഇത് ലോഗിൻ്റെ പോസ്റ്റ് API ആണ്. ഇതിൻ്റെ റിക്വസ്റ്റ് ബോഡി ഇങ്ങനെയാണ്. യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ആയിട്ട് അവർ സ്റ്റാറ്റസ് ഓക്കെ എന്ന് തരും. ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാൻ പറ്റും. അപ്പം ജസ്റ്റ് ഇവിടെ വൈബിൻ ടെക് 1 2 3 4 5 6 കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോയി. ഹോം സ്ക്രീനിലേക്ക് കുറേ ടീഷർട്ടും ഷർട്ടൊക്കെ കണ്ടില്ലേ, ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടേണ്ടത് ബാക്ക് എൻഡിൽ നിന്നാണ്. അപ്പോൾ അതും നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനോട് ചോദിക്കണം എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് ഫോർമാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് API ആണ് വേണ്ടത്. അപ്പം ഗെറ്റ് APIന്റെ റെസ്പോൺസ് അവർ പറയും ഇങ്ങനെയാണ് റെസ്പോൺസ് വരിക. ഇങ്ങനെ റെസ്പോൺസ് കിട്ടിയാൽ നിങ്ങൾ UIയിൽ ഇങ്ങനെ കാണിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നെയിം ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇമേജ് URL ഉണ്ട്. ഓക്കെ, ഇതാണ് റിയാക്ട് ആപ്ലിക്കേഷൻ. ഇനി ഈ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ലോക്കലാണ്. നിങ്ങളിവിടെ എൻ്റെ കോഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോഗിനിൽ ഹാൻഡിൽ ഓൺ ക്ലിക്ക്, ഞാൻ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ ഷോപ്പ് എന്ന റൗട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നു. ഷോപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഹോം എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ആണ് റെൻഡർ ചെയ്യുക. ഇതിൽ ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഹോം ഡാറ്റ എന്ന് പറയുന്നത് എൻ്റെ ലോക്കലിലുള്ള ഹോം ഡാറ്റയാണ്. കണ്ടോ, ഇതാണ് ഞാൻ അവിടെ മാപ്പ് ചെയ്യുന്നത്. ഇനി സെയിം സാധനം എങ്ങനെയാണ് ബിസെപ്റ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ബിസെപ്റ്ററിൽ ഒരു മോക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അവരുടെ സൈറ്റിൽ പോവുക. ഇവിടെ നിങ്ങളൊരു പ്രൊജക്ട് നെയിം കൊടുക്കുക. പ്രൊജക്ട് നെയിം ഞാനിപ്പോൾ എന്താ വൈബിൻ ടെക്, ഓൾറെഡി ഞാൻ വൈബിൻ ടെക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ എന്ന് കൊടുക്കുക, വൈബിൻ സാമ്പിൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് മോക്ക് സെർവർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബേസ് URL ക്രിയേറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മോക്കിംഗ് റൂൾസിലേക്ക് പോവുക. നമ്മുടെ ഒന്നാമത്തെ റിക്വയർമെൻറ്റ് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഒരു പോസ്റ്റ് API കോൾ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് പോസ്റ്റിൻ്റെത്. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ റൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്യും. മെത്തേഡ് പോസ്റ്റ് എടുക്കുക. ഇവിടെ എൻഡ് പോയിന്റ്, ഏത് എൻഡ് പോയിന്റ് ആണ് വേണ്ടത്, ലോഗിൻ എന്ന് കൊടുക്കുക. പിന്നെ റിക്വസ്റ്റ് ബോഡി
നമുക്ക് യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്യണം. അപ്പോൾ അത് ഈ കണ്ടീഷൻ്റെ അകത്ത് റിക്വസ്റ്റ് ബോഡി കണ്ടെയ്ൻസ് ഇവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ വാല്യൂ സാധാരണ നമ്മൾ റിക്വസ്റ്റ് ബോഡി സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജേസണിലാണ്. അപ്പം അത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ കൊടുത്തില്ലേ യൂസർ നെയിം പാസ്വേഡ്, ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ സ്പേസ് കണ്ടില്ലേ? സ്പേസും സെമികോളനും. സെമികോളൻ സാധാരണ ജെയ്സണിന് ഉണ്ടാവില്ല, അപ്പം ഇത് ഒഴിവാക്കാം. പകരം കോമയിടാം. ഓക്കെ, സ്പേസ് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ ബിസെപ്റ്റിൻ്റെ വേറൊരു അടിപൊളി ഫീച്ചറാണ് റെസ്പോൺസ് നിങ്ങൾക്ക് ഡിലേ ചെയ്യാൻ പറ്റും. റെസ്പോൺസ് ഡിലേ ചെയ്താണ് നിങ്ങൾക്കുള്ള ഉപകാരം എന്ന് വെച്ചാൽ, ഇപ്പം ഫ്രണ്ട് എൻഡ് സൈഡിൽ ലോഡറോ മറ്റോ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ആയിരിക്കും വെക്കാം. അതായത് ഇതിപ്പം ഒരു 5-10 സെക്കൻഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുള്ളൂ സെർവറിൽ നിന്ന്. അതുവരെ നിങ്ങൾക്ക് ലോഡർ കാണിക്കാം. അപ്പോൾ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി ഫീച്ചറാണ്. പിന്നെ ഇവിടെ റെസ്പോൺസിൽ സ്റ്റാറ്റസ് നമുക്ക് ഓക്കെ എന്നാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യം ചെയ്തിട്ട് സേവ് റൂള് കൊടുക്കുക. ഇവിടുന്ന് ക്ലിക്ക് ടു കോപ്പി അബ്സല്യൂട്ട് പാത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കോഡിലേക്ക് പോവുക. ഇത് ലോഗിൻ്റെ പേജാണ്. ഇവിടെ ഒരു ആക്സിയോസിൻ്റെ പോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ലോഗിൻ പാസ് ചെയ്യുക. പിന്നെ നമ്മളുടെ റിക്വസ്റ്റ് ബോഡി. ഓക്കെ, റിക്വസ്റ്റ് ബോഡി യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്യുമ്പം അതിവിടെ വരും. അത് നമ്മൾ APIയിൽ പാസ് ചെയ്യും. കാരണം നമുക്കിവിടെ സെർവറിൽ റിക്വസ്റ്റ് ബോഡി കണ്ടെയ്ൻസ് ആ യൂസർ നെയിം പാസ്വേഡാണ്. അതുകൊണ്ടാണ് അതവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്യുക. സേവ് ചെയ്യുക. തൽക്കാലത്തേക്ക് ഈ നാവിഗേറ്റ് ഷോപ്പ് ഞാൻ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. അതേപോലെ എററിൻ്റെതും കമൻറ്റ് ചെയ്ത് വെച്ചു. ലോഗിൻ സേവ് ചെയ്തു. എന്നിട്ട് ബ്രൗസറിലേക്ക് പോവുക. ഇവിടത്തേക്ക് പോയിട്ട് നമുക്ക് യൂസർ നെയിം കൊടുക്കാം. വൈബിൻടെക് 1 2 3 4 5 6. നെറ്റ്വർക്ക് നോക്കാം. ലോഗിൻ ചെയ്ത് ഇവിടെ ഹെഡറിൽ പോയി കഴിഞ്ഞാൽ റിക്വസ്റ്റഡ് URL നമുക്ക് കാണാം. നമ്മൾ പ്രൊജക്റ്റിൻ്റെ നെയിം .free/bcept.com/login എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡ് പോയിന്റ്. ഓക്കെ, പക്ഷേ പേലോഡിൽ പാസ്വേഡും യൂസർ നെയിം ഇവിടെ കൊടുത്ത പാസ്വേഡും യൂസർ നെയിമും പാസ് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല. റെസ്പോൺസ് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എൻഡ് പോയിന്റ് കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് കൊടുത്തത്. ഇത് ജസ്റ്റ് ഓബ്ജക്റ്റ് ആണ് കൊടുത്തത്. സാധാരണ നമ്മൾ ഈ വെബിൽ ഫെച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പം നമ്മൾ റിക്വസ്റ്റ് ബോഡി സ്ട്രിങ്ങിഫൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്തിട്ടാണ് ബാക്കെൻഡിലേക്ക് കൊടുക്കുക. ആ സെയിം സാധനം ഇവിടെ ഫോളോ ചെയ്യണം, എന്നാൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ റിക്വസ്റ്റ് ബോഡീനെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യുക. ഇവിടെ console.log json.stringify ഓഫ് റിക്വസ്റ്റ് ബോഡി. ഓക്കെ, ഇത് കാണാൻ വേണ്ടി നമുക്ക് ഇത് തൽക്കാലം ഡിസേബിൾ ചെയ്ത് വെക്കാം. ബാക്കെൻഡിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ സ്ട്രിങ്ങിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ വർക്കൊക്കെ ആക്സിയോസ് ബൈ ഡിഫോൾട്ട് ബാക്കെൻഡും ചെയ്തോളും. പക്ഷേ നമുക്ക് ആ മോക്ക് സെർവറിൽ അത് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് സ്ട്രിങ്ങിഫൈ ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിന് ഇത് ലോഗ് ചെയ്തിട്ട് ഇതെങ്ങനെ വരുന്നത് നോക്കാം. റിക്വസ്റ്റ് ബോഡി. അപ്പം ഇത് സേവ് ചെയ്തു. ഇവിടെ പോയി ഇത് ഞാൻ ഒന്നുകൂടി ലോഗിൻ കൊടുത്തു. കൺസോളിൽ പോയാൽ ഇവിടെ ഈ സ്ട്രിങ്ങിഫൈ ആയിട്ടുള്ള നമ്മളെ ഒബ്ജക്റ്റിനെ കിട്ടും. ഇത് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് ഒന്നുകൂടി പോവുക. എന്നിട്ട് റിക്വസ്റ്റ് ബോഡി കണ്ടെയ്ൻസ് ഇത് ഇങ്ങനെ കൊടുക്കുക. സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം കോഡിൽ പോവുക. ഇത് എനാബിൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് റെസ്പോൺസ് ഡാറ്റ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് സ്റ്റാറ്റസ് ഓക്കെ എന്ന് കിട്ടണം. അപ്പോൾ ഞാൻ സേവ് ചെയ്തു. വീണ്ടും ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ലോഗിൻ കൊടുത്തു. കണ്ടോ, സ്റ്റാറ്റസ് ഓക്കെ. login.jsx
33 ലൈൻ നമ്പർ 33 ലൈൻ നമ്പറിലാണ് ഞാൻ ഇവിടെ ലോഗ് ചെയ്തത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി, അത് വർക്കായി. ഇനി നമുക്ക് എക്സ്ട്രാ ലോജിക് ഇവിടെ എഴുതേണ്ടത് വെച്ചാൽ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ, ഓക്കെ, ഇഫ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസറെ ഷോപ്പിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ലോഗ് നമുക്ക് ഒഴിവാക്കാം, ഇത് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കാം. അല്ലാത്ത കേസിൽ നമുക്ക് എന്താ പറയുക, എറർ കൊടുക്കണ്ട, അതിപ്പോൾ ഹാൻഡിൽ ചെയ്യണ്ട, കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഡെമ്മായിട്ട് ഒരു എറർ കൊടുത്തിട്ടുണ്ട്. ഇത് യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഇല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എറർ ട്രിഗർ ചെയ്യും. ഇതിനിപ്പോൾ തൽക്കാലം എറർ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡെമോ. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി നോക്കാം. നെറ്റ്വർക്ക് പോവാം, ഇത് പോവാം, ഇവിടെ വൈബിൻ ടെക് കൊടുത്തു, 1 2 3 4 5 6 കണ്ടോ, ലോഗിൻ സക്സസ് ആയി. ഇവിടെ ലോഗിൻ എൻ പോയിന്റ് കറക്റ്റ് അല്ല, റിക്വസ്റ്റഡ് URL വൈബിൻ bceptor/login, പേലോഡ് ഇത് കറക്റ്റ്, പിന്നെ റെസ്പോൺസ് നമുക്ക് കിട്ടിയത് സ്റ്റാറ്റസ് ഓക്കെ, അതുകൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നു. അപ്പം പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗെറ്റിലേക്ക് പോകാം. ഇത് ഞാൻ പുതിയൊരു അക്കൗണ്ട് വേറെ അക്കൗണ്ടിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, കാരണം എൻ്റെ പഴയ അക്കൗണ്ടിൽ മാക്സിമം ലിമിറ്റ് കഴിഞ്ഞു, റിക്വസ്റ്റ് ലിമിറ്റ്. bceptorന് 50 റിക്വസ്റ്റാണ് പെർ ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്യും. ഫ്രീ ടയറിൽ 50 പറ്റുള്ളൂ, പിന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വേറെ ഇമെയിൽ വെച്ചിട്ടാണ് പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇവിടെ നമുക്ക് മോക്ക് ആൻഡ് റൂൾസിൽ പോവാം. ഞാൻ എന്താ പറയുക, പുതിയൊരു ക്രിയേറ്റ് റൂള് ഗെറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾ പ്രോഡക്ട്സ് കൊടുക്കുക, എൻ പോയിന്റ് ഡിലേ, റെസ്പോൺസ് ഡിലേ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ റെസ്പോൺസ് ബോഡിയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് എക്സ്പെക്റ്റഡ് റെസ്പോൺസ് ഇതാണ്. പിന്നെ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ മോക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ബാക്ക് എൻഡ് ടീംസായിട്ട് ചോദിക്കണം ഏതാണ് റിക്വസ്റ്റ് ബോഡി, എങ്ങനെയാണ് റെസ്പോൺസ് വരിക. ആ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ മോക്ക് API ക്രിയേറ്റ് ചെയ്യാൻ പോവുള്ളൂ. അല്ലെങ്കിൽ അവർ ആക്ച്വൽ ബാക്ക് എൻഡ് എന്താ പറയുക API ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ പിന്നെയും ഡബിൾ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഫസ്റ്റ് കൺഫേം ചെയ്യുക. പിന്നെ ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോവുക, റെസ്പോൺസ് ബോഡി ഇങ്ങോട്ടേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടീഷർട്ട് ഈ കാര്യങ്ങളൊക്കെ ഇമേജ് URLൻ്റെ ഇത് വാരിയബിൾ ആണ്. ഇവിടെ ഷർട്ട്, ജാക്കറ്റ് എന്നൊക്കെ കാണുന്നത് കാരണം ഞാൻ എൻ്റെ ലോക്കലിൽ നിന്ന് കോപ്പി ചെയ്തതാണ്, ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് യൂസ് ചെയ്തതാണ്. അതിവിടെ വർക്കാവില്ല, ഇറ്റ് ഷുഡ് ബി എ ഇമേജ് URL. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഇമേജ് എല്ലാം ഒരു ഷെയറബിൾ URL ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ജാക്കറ്റ് എടുക്കുക, ജാക്കറ്റ് എടുത്തിട്ട് ജാക്കറ്റിൻ്റെ ഇതിൽ ഇമേജ് URL പോയിട്ട് പേസ്റ്റ് ചെയ്യുക. സ്ട്രിങ് ആയിരിക്കണം, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതേപോലെ ബാക്കി രണ്ടും, ഷർട്ടും ടീഷർട്ടിൻ്റെ URL ഒരുമിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഓരോ സമയം കോപ്പി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഷർട്ടാണെങ്കിൽ ഇവിടെ എടുക്കുക, വിൻഡോസ് V ക്ലിക്ക് ചെയ്താൽ ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ആവും. അപ്പം ഇവിടെ ഷർട്ടിൻ്റെ URL ഇവിടെ പാസ് ചെയ്തു. ഇനി അതേപോലെ ടീഷർട്ടിൻ്റെതും ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസ് ബോഡി നമുക്ക് JSON ആയിട്ടാണ് വേണ്ടത്. ഇതിപ്പം സ്ട്രിങ് JSON ഫോർമാറ്റിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താ പറയുക, സ്ട്രിങ് ടു JSON അല്ലെങ്കിൽ JSON കൺവേർട്ടർ കിട്ടും. കൺവേർട്ടറിൽ പോവാം.
ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് സ്ട്രിങ് അല്ല, പകരം ഒബ്ജക്റ്റ് ടു ജേസൺ കൺവേർട്ടർ. ഇവിടെ പോവുക, ഇവിടെ ഒബ്ജക്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജേസൺ ഫോർമാറ്റ് കിട്ടും. ഇതായിരിക്കണം ആ റെസ്പോൺസിൻ്റെ അവിടെ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ബി സെക്ടറിൽ പോവുക, റെസ്പോൺസ് ബോഡിയിൽ ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ജേസൺ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സേവ് റൂൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പാത്ത് കോപ്പി ചെയ്യുക, നിങ്ങളുടെ കോഡിലേക്ക് പോവുക. ഇവിടെ ഹോം സ്ക്രീനിൻ്റെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഹോം ഡോട്ട് JSX ആണ്. ഇവിടെ എനിക്കൊരു യൂസ് എഫക്റ്റ് ഉണ്ട്. യൂസ് എഫക്റ്റിൽ ഞാൻ ഈ ഒരു മെത്തേഡ് വിളിക്കും. ഈ മെത്തേഡിലാണ് ആക്ച്വൽ API കോൾ നടക്കുന്നത്. ഇവിടെ ആക്സിയോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ URL കൊടുക്കാം, ഓൾ പ്രൊഡക്ട്സിൻ്റെ ഡാറ്റ ഇവിടെ നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം എന്താണ് ഡാറ്റ വരുന്നത്. എന്നിട്ട് ബാക്കി ഇതിലേക്ക് പോകാം. ഇത് സേവ് ചെയ്യാം. പിന്നെ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യുമ്പം ഈ MTRA ഡിപ്പെൻഡൻസി എന്തായാലും കൊടുക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് API കോള് നടന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ പ്രൊജക്റ്റിലേക്ക് പോവാം. പ്രൊജക്റ്റിലേക്ക് പോയിട്ട് അതായത് ഓൾറെഡി റിഫ്രഷ് ആയിട്ടുണ്ട്. ഇവിടെ ഓൾ പ്രൊഡക്ട്സ് കാണാം. ഇത് കണ്ടോ, ബി സെക്ടറിലേക്ക് പോയിട്ട് ഓൾ പ്രൊഡക്ട്സ് റെസ്പോൺസ് നമുക്കിവിടെ എന്ത് കിട്ടി, ജേസണിൽ ഡാറ്റ കിട്ടി. ഇത് സെയിം ഫോർമാറ്റാണ് നമ്മളിവിടെ ലോക്കലി യൂസ് ചെയ്ത ഈ സെയിം ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിവിടെ കുറച്ചുകൂടി കോഡ് എഴുതാനുണ്ട്, ലോജിക്ക്. ഇഫ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, ഓക്കെ ആണ് എങ്കിൽ ഇവിടെ എനിക്കൊരു യൂസ് സ്റ്റേറ്റ് ഉണ്ട്. അതിലേക്ക് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് ഡാറ്റ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ എന്ന് കൊടുത്താൽ ഈ ഒരു ഡാറ്റയിൽ നമുക്ക് എല്ലാ ഡാറ്റയും കിട്ടും. ഇനി ഈ ഡാറ്റ എടുത്തിട്ട് നമുക്ക് ഇവിടെ ലോക്കലുള്ള ഹോം ഡാറ്റന് പകരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കാണേണ്ടതാണ്. എന്നിട്ട് സേവ് ചെയ്യാം. നമുക്ക് പ്രൊജക്റ്റിലേക്ക് പോവാം. പ്രൊജക്റ്റിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ വന്നു. അപ്പോൾ ഈ ഒരു ഡാറ്റ ഇപ്പോൾ വരുന്നത് എവിടെ നിന്നാണ്? നമ്മളെ API എന്നാണ്. ബി സെക്ടറിൻ്റെ മോക്ക് API സെർവർ എന്നാണ് ഈ ഡാറ്റ വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഞാൻ ഈ ഇമേജ് URL ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത വെബ്സൈറ്റ് ഇതാണ്, ഇമേജ് BB ആണ്. ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയറബിൾ URL ഇവിടെ കിട്ടും. അത് നിങ്ങളിവിടെ യൂസ് ചെയ്താൽ മതി. അപ്പം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി മുതൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുമ്പം ബാക്ക് എൻഡിൻ്റെ അടുത്തുനിന്ന് കൂടുതൽ ഡിലേ വരുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചുമ്മാ വെയിറ്റ് ചെയ്തിരിക്കരുത്. മോക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളെ സൈഡിൽ എല്ലാ വർക്കും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് അവർ ഒറിജിനൽ എന്താ പറയുക API റെഡി ആകുമ്പോൾ ഈ URL മാത്രം ഇവിടെ റീപ്ലേസ് ചെയ്യുക. ബാക്കി എല്ലാ ഫങ്ഷനും സംഭവങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ യൂസ് ചെയ്ത എല്ലാ ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഡൗട്ടുകൾ ചോദിക്കണം. പിന്നെ ഈ ഒരു കോഡിൻ്റെ സോഴ്സ് കോഡ് ഞാൻ എൻ്റെ ഗിറ്റബിലും കൊടുക്കുന്നതായിരിക്കും. ആ ഗിറ്റബിൻ്റെ URL ഞാൻ അവിടെ കൊടുക്കും, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.